നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുവനും സ്വന്തം വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ വാക്യത്തിൽ നാം വായിച്ചെടുക്കുന്നത്. ഇവിടെ വ്യക്തമായി പ്രവാചകൻ പറയുകയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, കൂട്ടം വിട്ടുപോയിരുന്നു, എങ്ങോട്ടെന്നറിയാതെ മുൻപിൽ കണ്ട വഴിയിലൂടെ വിവേകമില്ലാതെ സഞ്ചരിച്ചിരുന്നു. സ്വന്തം വഴി തിരഞ്ഞെടുത്ത് അതിലേക്ക് തിരിഞ്ഞ് നടന്നിരുന്നു. ഞാൻ നടക്കുന്ന വഴിയാണ് ശരിയെന്ന് നിരൂപിച്ചിരുന്നു. ആ വഴി ചെന്ന് ചേരുന്നത് വലിയ അപകടത്തിലും പ്രാണഹാനിയിലുമാണെന്ന് തിരിച്ചറിയാതെ നടന്നിരുന്നു. പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ആസ്വാദനങ്ങളിലൂടെ നടന്നിരുന്നു. അങ്ങനെ നരകത്തിലേക്കുള്ള വഴിയിൽ പാതി ദൂരവും അവസാന സ്ഥലം വരെയും ചെന്നെത്തിയിരുന്നു. എന്നാൽ ദൈവം വൻകാര്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ തൻ്റെ ഏകജാതൻ്റെ മേൽ, മശിഹായുടെ മേൽ, യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരത്തക്കവണ്ണം നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ചുമന്നു. ആ പാപങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും അവൻ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, ഈ ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠമെന്ന് തിരിച്ചറിയുക, ആ സ്നേഹത്തോട് പറ്റിച്ചേരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.